ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, മാർക്കറ്റിൽ പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ട്രേഡിംഗ് കരിയറിൽ നിന്ന് മനസ്സിലാക്കിയ ജീവിത പാഠങ്ങൾ, ട്രേഡിംഗ് പാഠങ്ങൾ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ജീവിതവും ട്രേഡിങ്ങിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം $5000 ക്ലയൻറ്റ് അക്കൗണ്ട് അദ്ദേഹം $15 മില്യൺ രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു 12 വർഷ കാലയളവിൽ. സോ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ട്രേഡറാണ്. അദ്ദേഹം ഫ്യൂച്ചേഴ്സ് ആൻഡ് കമ്മോഡിറ്റി ട്രേഡർ ആയിരുന്നു നമ്മുടെ എഡ് സൈക്കോട്ട എന്ന് പറയുന്ന ഈ വിശിഷ്ടമായിട്ടുള്ള വ്യക്തി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മാർക്കറ്റ് വിസാർഡ്സ് എന്ന് പറയുന്ന മാർക്കറ്റ് മാന്ത്രികന്മാർ എന്ന് പറയുന്ന ജാക്ക് ഡി ഷ്വാഗർ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെയും കൂടി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം പരിജ്ഞാനമുള്ള ഒരു ട്രേഡർ ആയിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾ ഇനീഷ്യലി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒരുപാട് പേർക്ക് ചിലപ്പം സംശയം ഉണ്ടാവും, ഇങ്ങനെ ഒരു ട്രേഡർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. കാരണം അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ട്രേഡർ അല്ല ഇദ്ദേഹം. അദ്ദേഹം മാർക്കറ്റ് വിസാർഡ്സിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപാദിച്ചത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് അറിയാൻ തന്നെ സാധിച്ചത്. അല്ലാതെ നോർമലി അദ്ദേഹം അങ്ങനെ ഇൻ്റർവ്യൂവിലൊന്നും വരാത്ത തരത്തിലുള്ള ഒരാളാണ് ഇദ്ദേഹം. നമുക്ക് ഇനി എഡ് സൈക്കോട്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇനീഷ്യലി നമ്മൾ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫിലോസഫിയാണ് കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി ചെറിയൊരു അവലോകനം നമുക്കിവിടെ നടത്താം. പയോനിയർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം അതായത് മാർക്കറ്റിൽ ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് എന്നൊരു രീതി ഒരുപാട് ആളുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ആ ഒരു സമയങ്ങളിൽ അഡോപ്റ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം അതായത് സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിന് ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വഴി നമുക്ക് ട്രേഡ് എടുത്താൽ നമുക്ക് ഇമോഷൻസ് ഒക്കെ ഒരുപാട് കുറച്ച് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഐഡിയ കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. വൺ ഓഫ് ഹിസ്റ്ററീസ് ഗ്രേറ്റസ്റ്റ് ട്രെൻഡ് ഫോളോവേഴ്സ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രത്തോളം നല്ല രീതിക്ക് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ട്രേഡേഴ്സൊക്കെ വളരെയധികം വിരളമാണ്. സോ അദ്ദേഹം ഈ ഒരു ലിസ്റ്റിൽ കൂടിയിട്ട് പെട്ടിരുന്നു വൺ ഓഫ് ഹിസ്റ്ററീസ് ഗ്രേറ്റസ്റ്റ് ട്രെൻഡ് ഫോളോവർ എന്ന ഒരു ലിസ്റ്റിലും അദ്ദേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നിയർലി 50 years ഓഫ് സക്സസ്ഫുൾ മാർക്കറ്റ് എക്സ്പീരിയൻസ് എന്നതും ഇദ്ദേഹത്തിന് വളരെയധികം ഫേമസ് ആക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ട്രേഡർ ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. അതായത് നിയർലി 50 വർഷം അദ്ദേഹം മാർക്കറ്റിൽ 55 വർഷത്തിനടുത്ത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്നും ജീവിച്ച് വരുന്ന ഒരാളാണ്. ഇന്നും ട്രേഡിങ്ങിലൂടെ ശക്തമായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ എഡ് സൈക്കോട്ട എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. I think that if people look deeply enough into their trading patterns, they find that on balance, including all their goals, they are really getting what they want, even they may not understand it or want to admit. അതായത് നമ്മൾ എല്ലാ ട്രേഡ് ചെയ്യുന്ന ജനങ്ങളെ എടുത്തിട്ട് നമ്മൾ ആഴത്തിൽ അവരുടെ ട്രേഡിംഗ് പാറ്റേൺസിനെ നമ്മളൊന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല ലോസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോസ് വരുന്നത്? നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ട്, നമ്മളുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ട്, നമുക്ക് ഡിസിപ്ലിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ട്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കിയേ. അങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്യാത്തവർക്ക് അവർ സബ്കോൺഷ്യസ്ലി അതിൻ്റെ ഒരു മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഏത് രീതിയിലാണോ മാർക്കറ്റിനെ കാണുന്നത് ആ ഒരു രീതിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ട് വേറൊരു രീതിയിൽ മാർക്കറ്റ് നമുക്ക് റിട്ടേൺ തരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് മാർക്കറ്റിന് തരാൻ പറ്റില്ല എന്നൊരു ഐഡിയ ആണ് ഈ ഒരു കോട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാന കാര്യം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യം ഒരു പാരഗ്രാഫിൽ കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എഡ് സൈക്കോട്ട ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ട്രെൻഡ് ഫോളോയിങ് ട്രേഡേഴ്സ് ഇൻ ഹിസ്റ്ററി. അതായത്
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ട്രെൻഡ് ഫോളോയിങ് എന്ന് പറയുന്ന രീതിയിൽ ട്രേഡ് ചെയ്യുന്ന വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രേഡർ ആയിരുന്നു ഇദ്ദേഹം. നോൺ ഫോർ കമ്പൈനിങ് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് വിത്ത് ഡിസിപ്ലിൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, അല്ലേ. അദ്ദേഹം ഒരു ഡിസ്ക്രിഷണറി ട്രേഡർക്ക് പുറമെ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡർ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം റിസ്ക് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ബേസിലാണ് കൂടുതലായിട്ടും ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം റിസ്ക് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ട്രേഡർ, വളരെ ഫേമസ് ആയിട്ടുള്ള ട്രേഡർ, അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് പോകുന്ന പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും കൃത്യമായിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും ഒരു ട്രേഡറിനും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ബിഗിനിങ് ഹിസ് ട്രേഡിംഗ് കരിയർ ഇൻ ദ ഏർലി 1970s, അല്ലേ. അതായത് അദ്ദേഹത്തിന് ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് 1970. ഓക്കെ, അപ്പോൾ 1970 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 30 വർഷം ആകുമ്പോൾ അത് 2000 അല്ലേ. പിന്നെ നമ്മളിപ്പോൾ 2026 ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 55 വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് ട്രേഡിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യം. ഓക്കെ, പിന്നെ എന്താണ്, ഹി പയനേഡ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് സിസ്റ്റത്തിന് ഒരു ഭാവി കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊക്കെ കാണുന്ന ഈ അൽഗോരിതമിക് ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിന് പല പരിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്നേ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെൻ ഫ്യൂ ട്രേഡേഴ്സ് ബിലീവ്ഡ് ഇൻ ഓട്ടോമേഷൻ. ഓക്കെ, ഇന്ന് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ. പക്ഷെ അത് ഒരുപാട് വർഷം കാലം മുമ്പ് തന്നെ അദ്ദേഹം ഈ ഒരു രീതിയിൽ അതിനെ കണ്ടിരുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, ഹിസ് ലോങ് ടേം സക്സസ് ഹാസ് മെയ്ഡ് ഹിം എ റെസ്പെക്റ്റഡ് ഫിഗർ എമംഗ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് വേൾഡ് വൈഡ്. സെയ്ക്കോട്ട ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് ടൈംലെസ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് തത്വങ്ങളുണ്ട്. അപ്പോൾ ആ തത്വങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ 10 തത്വങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തത്വമാണ് എന്താണ്, കട്ട് ലോസസ് ക്വിക്ക്ലി, അല്ലെ. അദ്ദേഹം ഫേമസ് ആയിട്ട് പറഞ്ഞൊരു ക്യൂട്ടാണ് കട്ട് ലോസസ്. 3 ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിങ്ങിൽ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും. അത് 3 എണ്ണം എന്താണ്, ഈ സംഭവം തന്നെയാണ്, കട്ട് ലോസസ് ആൻഡ് കട്ട് ലോസസ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ലോസ് കട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ എത്ര ചെറുതായിട്ട് ലോസ് എടുക്കുന്നോ അത്രയും മികച്ച രീതിയിൽ നമുക്ക് ട്രേഡർ ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വിൻ ചെയ്യുന്ന പൊസിഷൻ നമ്മൾ മാക്സിമം റൈഡ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡിംഗ് കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടെ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമ്മൾ ഒന്നാമത്തെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന സംഭവം, അല്ലേ. അതായത് കട്ട് ലോസസ് ആൻഡ് കട്ട് ലോസസ്, അല്ലേ. സെയ്ക്കോട്ട ഫേമസ്ലി സെഡ് ദാറ്റ് ഇഫ് യു ക്യാൻ ഫോളോ ദീസ് 3 റൂൾസ്, അല്ലെ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട്, വളരെ ശക്തമായിട്ട് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ച ഒരു കാര്യമായിരുന്നു ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശക്തമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, യു മൈറ്റ് ഹാവ് എ ചാൻസ്. നിങ്ങൾക്കൊരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീൽഡിലൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാപിറ്റൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ. നിങ്ങൾക്ക് കുറച്ച് കാലം നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ട്രേഡേഴ്സിന് പറ്റാത്തൊരു കാര്യമാണ് ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്യാപിറ്റൽ എത്ര തന്നെ ഇട്ടാലും അത് പെട്ടെന്ന് തന്നെ വൈപ്പ് ഔട്ട് ആവുന്ന രീതിയിലാണ് പല ട്രേഡേഴ്സും ട്രേഡ് ചെയ്തു പോകുന്നത്. യു മസ്റ്റ് ആക്സെപ്റ്റ് എ ലോസ് ദ മൊമെന്റ് ദ മാർക്കറ്റ് ഇൻവാലിഡേറ്റ്സ് യുവർ ട്രേഡ് ഐഡിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് നിങ്ങളുടെ സ്ട്രാറ്റജിക് എതിരെ ട്രേഡിങ് നീങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഡിറക്ഷനിൽ അഗെയിൻസ്റ്റ് മാർക്കറ്റ് നീങ്ങുന്നത്, ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വച്ചത് അവിടെ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം സ്പെസിഫൈഡ് ചെയ്തിട്ട് പറയുന്ന കാര്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാത്തിൻ്റെയും അദ്ദേഹം പറഞ്ഞ 10 ഫിലോസഫി അല്ലെങ്കിൽ 10 പാഠങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കീ ടേക്ക് അവേസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് കോൺസെപ്റ്റ് ആണ്. ഈ വീഡിയോയുടെ ലെങ്ത് ഒരു 30 മിനിറ്റ്സ് ആയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് നോളജ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ സ്പീഡ് ഒന്ന് ജസ്റ്റ് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്ത് തരുന്ന തരത്തിലുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുകയുള്ളൂ.
നമ്മൾ ഈ ചാനൽ ചെയ്യുകയില്ല. ഓക്കെ, അപ്പോൾ എ സ്മോൾ ലോസ് ഈസ് സിംപ്ലി ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇഫ് യു റെഫ്യൂസ് ടു ടേക്ക് എ സ്മോൾ ലോസ് യു വിൽ എവൻച്വലി ടേക്ക് എ കറ്റാസ്ട്രോഫിക് അക്കൗണ്ട് എൻഡിങ് വൺ. അല്ലേ, അതായത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രീതിക്കുള്ള പലതരത്തിലുള്ള ബിസിനസ് ലോസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ് ലോസ് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവണം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ, ആ ചെറിയ ലോസിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധമായിട്ടില്ല എങ്കിൽ നമ്മൾ കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള, അതായത് വളരെയധികം ദാരുണമായിട്ടുള്ള, വളരെയധികം വലിയൊരു നഷ്ടം നമ്മൾ മാർക്കറ്റിൽ നിന്ന് സഹിക്കേണ്ടി വരും. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ദീർഘകാലം ദുഃഖിച്ചിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദീർഘനേരം ദുഃഖിച്ചിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തത് ദ 1% സർവൈവൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്പെക്കുലേറ്റ് വിത്ത്, അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിയ ട്രേഡിംഗ് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണിത്. സ്പെക്കുലേറ്റ് വിത്ത് ലെസ് ദാൻ 10% ഓഫ് യുവർ ലിക്വിഡ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളുടെ ലിക്വിഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ലിക്വിഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റോക്സിൽ അല്ലെങ്കിൽ ബോണ്ട്സിൽ, അതായത് പെട്ടെന്ന് അവർക്ക് ലിക്വിഡേറ്റ് ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അസറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഈ ലിക്വിഡ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അല്ലേ, അതിനെ ലിക്വിഡ് നെറ്റ്വർത്ത് എന്ന് പറയും. എക്സാമ്പിൾ, നമുക്കിപ്പം ഒരുപാട് FD ഉണ്ടെങ്കിൽ നമുക്ക് ആ FD ഇതിൽ കണക്കിൽപ്പെടുത്താം. പിന്നെ എന്താണ്, നമുക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുക്കാം. ഇതെല്ലാം നമുക്ക് വിറ്റഴിച്ച് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ലിക്വിഡ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് എങ്കിൽ അതിൻ്റെ 10%, അല്ലേ, ആ ഒരു 10% അതിന് താഴെ ആയിരിക്കണം നമ്മൾ ഒരു ഊഹാപോഹ കച്ചവടത്തിന് അല്ലെങ്കിൽ ട്രേഡിംഗ് പോലെയുള്ള സംഭവത്തിൽ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഡ്വൈസ്. ഓക്കെ, 1 കോടിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ലിക്വിഡ് നെറ്റ്വർത്ത് 1 കോടിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അതിൻ്റെ 10% എന്ന് പറയുമ്പം എന്താണ്, 10 ലക്ഷം രൂപ. അല്ലേ, ആ ഒരു 10 ലക്ഷത്തിന് താഴെ മാത്രമേ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ ഒരു 10 ലക്ഷത്തിൻ്റെ 1% മാത്രമേ നിങ്ങൾ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ട്രേഡേഴ്സും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ ഇവിടെ പറഞ്ഞത്. അല്ലേ, പല ട്രേഡേഴ്സിനും മൊത്തം 1 ലക്ഷം രൂപയെ ക്യാപിറ്റൽ ഉണ്ടാവും. പല റീറ്റെയിൽ ട്രേഡേഴ്സും, അല്ലേ, എന്നിട്ട് 50,000 രൂപ കൊണ്ട് വന്ന് ട്രേഡ് ചെയ്യും. അല്ലേ, ഒരു 3-4 അടുപ്പിച്ച് ലോസ് വരുമ്പോൾ പിന്നെ ഒരു റിവഞ്ച് ട്രേഡ് ചെയ്തിട്ട് അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കളിക്കും. എന്നിട്ട് പിന്നെ എന്താണ്, ആ 1 ലക്ഷം രൂപയെ മാർക്കറ്റിന് കൊടുത്തിട്ട് പരിപാടി നിർത്തിയിട്ട് പോകും. അല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രിസർവിങ് ക്യാപിറ്റൽ, ഇറ്റ്സ് അബൌട്ട് പ്രിസർവിങ് യുവർ ഇമോഷണൽ ക്യാപിറ്റൽ. അല്ലേ, നമ്മൾ എത്രത്തോളം റിസ്ക് കുറച്ച് വെക്കുന്നോ അത്രത്തോളം നമ്മൾ ഇമോഷണലി ഫ്രീ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, വികാരപരമായിട്ട് പല ഡിസിഷൻസും എടുക്കുന്നത് നമുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ എമൗണ്ട് കൂടുമ്പം നമുക്ക് ആ ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് ഭയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അല്ലേ, അത് നമ്മൾ ഈ പൊസിഷൻ സൈസും ഒക്കെ കൂട്ടിയെടുത്ത് ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമുക്ക് ഇമോഷണൽ കൺട്രോളിങ് അവിടെ നമുക്ക് കിട്ടില്ല മര്യാദയ്ക്ക്. അല്ലേ, നമ്മൾ നമ്മൾ വികാരപരമായിട്ടുള്ള തീരുമാനം എടുക്കും. നമുക്ക് ലോസിലേക്ക് പോകുമ്പോൾ അയ്യോ വലിയൊരു ലോസ് പോകുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിക്കെതിരെ നമ്മൾ പല ഡിസിഷനും എടുത്തിട്ട് നമ്മൾ കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ലോസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ റിസ്കിങ് 1% അലൗസ് യു ടു സർവൈവ് ഇനവിറ്റബിൾ ലോസിങ് സ്ട്രേക്സ് വിതൗട്ട് ലോസിങ് യുവർ നർവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തത് അസിമെട്രിക്കൽ റിവാർഡ്സ് റൈഡ് യുവർ വിന്നേഴ്സ്. ഒന്നും തന്നെയല്ല, നമ്മളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു 1:3 എബവ് റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ തരുന്നത്. അല്ലേ, നമ്മൾ റിസ്ക് ചെയ്യുന്നത് 100 രൂപയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 300-ന് മുകളിൽ നിങ്ങൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഈ അസിമെട്രിക് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലേ, എ ഹൈ വിൻ റേറ്റ് ഈസ് ഇറലവൻറ്റ് if your losers wipe out your winners. The only way to achieve massive return is to let profits run. അല്ലേ, നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട്. വെൻ യു ആർ വിന്നിങ് ട്രൈ ടു ഗ്രാബ് മാക്സിമം. അല്ലെ, നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അതിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലോസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലേ, ബെസ്റ്റ് ലോസർ വിൻസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട്. അല്ലേ, ഏറ്റവും മനോഹരമായിട്ട് ആരാണോ സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവരായിരിക്കും മാർക്കറ്റിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോകമെമ്പാടും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് വായിച്ചിട്ടുള്ള പുസ്തകമാണ് ബെസ്റ്റ് ലോസർ വിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മളുടെ ചാനലിൽ ചെയ്ത 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ആ വീഡിയോ കാണുന്നത് വളരെയധികം നല്ലൊരു തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ യുവർ സെൽഫ് വിത്ത് മൊമെൻറ്റം. ദ ബിഗ്ഗസ്റ്റ് മണി ഇൻ ട്രേഡിംഗ് ഈസ് മെയ്ഡ് ബൈ വെയിറ്റിംഗ് ആൻഡ് ഹോൾഡിംഗ്, നോട്ട് ബൈ കോൺസ്റ്റൻ്റ്ലി ബൈയിങ് ആൻഡ് സെല്ലിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ പൈസ ഈ ലോകത്തുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് അല്ലെങ്കിൽ
വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുപോലെ എഡ്സ് ആയിക്കോട്ടെ പോലെയുള്ള 50 വർഷത്തിലധികമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? ബിഗ്ഗസ്റ്റ് മണി ഇൻ ട്രേഡിംഗ് ഈസ് മെയ്ഡ് ബൈ വെയിറ്റിംഗ് ആൻഡ് ഹോൾഡിങ് അല്ലേ? വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടാണ് അല്ലേ അവരുടെ മാക്സിമം വിന്നിങ് അവർ ഗെയിൻ ചെയ്തിട്ടാണ് അവർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം അവരുടെ പൊസിഷൻ റൈഡ് ചെയ്തിട്ടാണ് അവർ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആയിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ കൂടി ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നാലാമത്തത്, എവ്രി വൺ ഗെറ്റ്സ് വാട്ട് ദേ വാണ്ട് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. എല്ലാവർക്കും, എല്ലാ ട്രേഡേഴ്സിനും അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞ ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് യു ആർ ലോസിങ് മണി ഓൺ എ സബ് കോൺഷ്യസ് ലെവൽ, യു വാണ്ട് ടു ലോസ് മണി പെർഹാപ്സ് ടു ഫുൾഫിൽ എ നീഡ് ഫോർ ഡ്രാമ, സെൽഫ് പിറ്റി ഓർ എക്സൈറ്റ്മെൻറ്റ് അല്ലേ? നമുക്ക് ലോസ് ആവുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിലൂടെ അങ്ങ് ട്രേഡ് ചെയ്യും അല്ലേ? നമ്മളൊരു നാടകം കളിച്ചിട്ടൊരു ട്രേഡ് ചെയ്യും അല്ലേ? എന്നിട്ട് എന്ത് പറയും? അയ്യോ മാർക്കറ്റ് എനിക്കെതിരെ തിരിഞ്ഞല്ലോ, ഇനി ലോസ് ആണല്ലോ, മാർക്കറ്റിൽ എപ്പോഴും നഷ്ടമാണല്ലോ. എന്നാൽ നിങ്ങൾ മാർക്കറ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിങ്ങൾ ആ ഒരു രീതിയിൽ പെരുമാറാൻ നിങ്ങൾ ഒരു കാരണവശാലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? മാർക്കറ്റിനോട് നിങ്ങൾ ഡിസിപ്ലിനോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ മാർക്കറ്റിനോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലാത്ത രീതിയിൽ ഏത് രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ സബ് കോൺഷ്യസ്ലി നിങ്ങൾ മാർക്കറ്റിന് എതിരെയാണ് നീങ്ങുന്നത്. ഓക്കെ, അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസിപ്ലിൻ വേണം. നിങ്ങൾ സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആണോ, ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ആണോ, എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ലോസ് വന്നാൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക അല്ലേ? ആ ഒരു രീതിക്ക് നിങ്ങൾ മാർക്കറ്റിനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് മാർക്കറ്റിനെ കാണുന്നവർ മാത്രമേ ട്രേഡിങ്ങിൽ വിജയിക്കുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യുന്നവരെല്ലാവരും തന്നെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? അവർ ആ ഒരു രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിനോട് പെരുമാറിയാൽ അവർ മോശമായിട്ടുള്ള റിസൾട്ട് കിട്ടും. നല്ല രീതിക്ക് മാർക്കറ്റിനോട് പെരുമാറിയാൽ ആ നല്ല രീതിക്കുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗുഡ് ട്രേഡിംഗ് ഈസ് ഇൻക്രെഡിബിളി ബോറിംഗ് ഇഫ് യുവർ ട്രേഡിംഗ് ഫീൽസ് ലൈക്ക് എൻ ആക്ഷൻ മൂവി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെസ്റ്റ് ട്രേഡർ അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ നിങ്ങൾ ഒരു ആക്ഷൻ മൂവി കാണുന്ന പോലെ ഓരോ ക്യാൻഡിൽസും നല്ല രീതിക്ക് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേരി എടുക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്യാംബ്ലിംഗ് ആണ്. അത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ സക്സസ്ഫുൾ ആക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. നിങ്ങൾ രാവിലെ ഒരു 9:15 വന്നിരിക്കുന്നു, നിങ്ങൾ വളരെ ബോറടിച്ചിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ? നേരെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ചിലപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി ഒരു 7-8 മണിക്കൂറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ബോറടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സന്നദ്ധ വേണം. അതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ട്രേഡറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിനിടയിൽ ഒരു 10-20 ട്രേഡ് എങ്ങനെയെങ്കിലും കിട്ടി അല്ലേ? എങ്ങനെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടി, അത് പ്രോഫിറ്റ് ആണ് എങ്കിൽ കൂടി അത് ഒരു മോശമായിട്ടുള്ള ട്രേഡറാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും ലോങ് ടേമിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തത് 5ാമത്തത്, ഫോളോ ദ റൂൾസ് മെക്കാനിക്കലി. ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ ഈസ് ഓഫൺ ജസ്റ്റ് ഇൻ ടു വിഷിംഗ്. ഇഫ് യു ഹാവ് എ ബാക്ക് ടെസ്റ്റഡ് സിസ്റ്റം യു മസ്റ്റ് ഫോളോ ഇറ്റ് വിതൗട്ട് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ റൂൾസിൽ നിങ്ങൾ അല്ലേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ മെക്കാനിക്കലി നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത് അല്ലേ? ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ ഈസ് ഓഫൺ ജസ്റ്റ് ഇൻ ടു വിഷിംഗ് അല്ലെ? നമ്മളെന്താണ് നമ്മളൊരു നല്ലൊരു സ്ട്രാറ്റജി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലെ നമ്മൾ ഒരുപാട് മാർക്കറ്റിലെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഒക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജി നിങ്ങൾക്ക് മാർക്കറ്റിൽ അവസരം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ? നിങ്ങൾ ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യോ ഇത് വർക്കാവില്ല, എൻ്റെ സ്ട്രാറ്റജി വർക്കാവില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് തീരുമാനിച്ചിട്ട് ആ ഒരു സമയത്ത് എടുത്തിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിക്ക് നിങ്ങൾ തന്നെ ഒരു നല്ലൊരു വിശ്വാസം അർപ്പിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം.
ഓക്കെ, യുവർ സിസ്റ്റം ഡസ് നോട്ട് നീഡ് ടു ബി ചേഞ്ച്ഡ്, യുവർ സൈക്കോളജി ഡസ്. ഡോണ്ട് ഓവർ റൈറ്റ് യുവർ റൂൾ ജസ്റ്റ് ബിക്കോസ് യു ഹാവ് എ ഗട്ട് ഫീലിംഗ്. അല്ലേ, ചിലപ്പോൾ നമ്മളുടെ ഒരു ഗട്ട് ഫീലിംഗ് ഒക്കെ നമുക്ക് വരും. നമ്മളുടെ സ്ട്രാറ്റജി ഇവിടെ വിശ്വസിക്കണോ വേണ്ടിയോ എന്നുള്ള രീതിയിലൊരു ഗട്ട് ഫീലിംഗ് ഒക്കെ വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു 5 വർഷം പാസ്റ്റ് ഡാറ്റയൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ച ഒരു സ്ട്രാറ്റജിയാണത്. അപ്പോൾ അവിടെ ഗട്ട് ഫീലിങ്ങിന് സാധ്യതയില്ല. അല്ലേ, ആ ഒരു രീതിയിൽ കണ്ട് നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് അപ്രോച്ച്, അദ്ദേഹം ഫേമസ് ആയിട്ടൊരു സിസ്റ്റമാറ്റിക് ട്രേഡറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 6ാമത്തത്, ദ ഓൾവേസ് ഇൻ മൈൻഡ് സെറ്റ്. ഓൾവേസ് ഇൻ മൈൻഡ് സെറ്റ്. ഇഫ് ഐ ആം bullish, I neither buy on a reaction nor wait for strength, I am already in. അല്ലേ, അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു തത്വമാണ്, മറ്റൊരു ഫിലോസഫിയാണ്. അതായത് ഞാൻ ഇന്ന് ട്രേഡിങ്ങിൽ ബുള്ളിഷ് ആണ് എങ്കിൽ, അല്ലേ, ഞാൻ ബുള്ളിഷ് ആണ് എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ എടുക്കുന്നത് പകരം അദ്ദേഹം ഓൾറെഡി ആ ഒരു ട്രേഡിൽ കയറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നു, അപ്പോൾ ജസ്റ്റ് ഒരു പുൾ ബാക്കിന് പോലും അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം കാണിക്കില്ല എന്നുള്ളതും, കാരണം അദ്ദേഹത്തിന് അത്രയും ഇൻറ്റ്യൂഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ബുള്ളിഷ് ട്രേഡിൽ അദ്ദേഹം ഓൾറെഡി ഇൻ ആയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചിന്തിച്ചെന്നിരിക്കില്ല. അദ്ദേഹം ബുള്ളിഷ് ആണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി പ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂള് പ്രകാരം അവിടെ ഒരു ബുള്ളിഷ് ആണ് അവിടെ വന്നിട്ടുള്ളത് എങ്കിൽ പിന്നീട് അതിനെ ആലോചിച്ചിട്ട് ഒന്ന് തിരിച്ചു വരണം എന്നുള്ള രീതിയിലൊന്ന് കണ്ട് ആ ഒരു രീതിയിൽ അവിടെയൊക്കെ വന്നാലേ ഞാൻ എടുക്കൂ എന്നുള്ള രീതിയിലൊന്നുമല്ല. അദ്ദേഹം ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു ബുള്ളിഷ് ട്രേഡിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് മാക്സിമം അതിനെ റൈഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും അവിടെ ഉണ്ടാകുക. സ്റ്റോപ്പ് ട്രൈങ് ടു പ്രെഡിക്റ്റ് ദ മാർക്കറ്റ്. ഇഫ് യുവർ സിസ്റ്റം ട്രിഗേഴ്സ് എ ബൈ സിഗ്നൽ, എക്സിക്യൂട്ട് ദ ട്രേഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടൈമിംഗ് മാറ്റേഴ്സ് ഫോർ ലെസ് ദാൻ ഗെറ്റിംഗ് ദ ബ്രോഡർ ട്രെൻഡ് റൈറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി 7ാമത്തത്, end of day analysis kills the noise. Focus on longer time frames like the daily chart. Looking at intraday volatility leads to premature exits. അല്ല, അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് 5 minutes ക്യാൻഡിൽ അങ്ങനത്തെ തരത്തിലുള്ള ക്യാൻഡിൽസിനൊന്നുമല്ല, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസിനെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്. അല്ലേ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഫോക്കസ് ഓൺ ലോങ്ങർ ടൈം ഫ്രെയിംസ്. നമ്മളൊരു കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള ടൈം ഫ്രെയിംസിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഷോർട്ടർ ആയിട്ടുള്ള ക്യാൻഡിൽസിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഓവറായിട്ട് നമ്മൾ ഈ ഇൻട്രാഡേയിലെ വോളറ്റിലിറ്റി ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസും അതുപോലെ തന്നെ പ്രീമാച്യൂർ ആയിട്ടുള്ള എക്സിറ്റ്സ്, അല്ലെ, നമ്മളുടെ ടാർഗറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് ചെയ്യുന്നൊക്കെ സന്ദർഭങ്ങൾ കൂടുതലായിട്ട് വരും. അത് ട്രേഡിങ്ങിനെ നിങ്ങളെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് അദ്ദേഹം ഇവിടെ തരുന്നത്. ഓക്കെ, സ്റ്റോപ്പ് സ്റ്റാരിങ് അറ്റ് 5 minutes chart all day. Checking your positions once a day forces you to stay patient and gives a ട്രെൻഡ് റൂം ടു ഡെവലപ്പ്. അല്ലേ, നമ്മളുടെ പൊസിഷൻ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടെ എടുത്ത് നോക്കണ്ട, ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ തരുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡിലോ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലോ മാർക്കറ്റ് എവിടെ എത്തി എന്നുള്ള രീതിയിലൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്നത് നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പാഠങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മളൊരു പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം അവിടെ നോക്കുന്നുവോ, നമ്മൾ ഹ്യൂമൻ ഇമോഷൻസ് അവിടെ വളരെ അധികം ശക്തമായിട്ട് ട്രിഗർ ആവും. അല്ലേ, നമുക്കൊരു നഷ്ടം വരുമ്പം നമുക്കത് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെ, നമുക്കൊരു ഗെയിൻ വരുമ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പി ആയിരിക്കും. എന്നാൽ ആ ഗെയിൻ ചെയ്ത സാധനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വളരെയധികം ദുഃഖിക്കുന്നതായിരിക്കും. അല്ലേ, അപ്പോൾ ഹ്യൂമൻ സൈക്കോളജിയും ട്രേഡിംഗ് സൈക്കോളജിയും തമ്മിലുള്ള ഒരു അന്തർധാര, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹ്യൂമൻ്റെ ബ്രെയിൻ, അല്ലെ മനുഷ്യൻ്റെ ബ്രെയിന് നമ്മളെ ട്രേഡിങ്ങിൽ ലോസ് വരുത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ അവിടെ ചെയ്തത്. ഓക്കെ, ഇനി 8ാമത്തത് പിരമിഡിങ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. എങ്ങനെയാണ് നമ്മളുടെ വിന്നിങ് പൊസിഷനിൽ നമ്മൾ പൊസിഷൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തൊരു കാര്യമാണ്. അല്ല, നമ്മൾ പല ട്രേഡേഴ്സും ആവറേജാണ്, പല റീറ്റെയിൽ ട്രേഡേഴ്സും ആവറേജിങ് ആണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ലോസ് ആവുന്ന ട്രേഡിൽ അവർ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും പൊസിഷൻ അങ്ങ് ചെറിയ പൈസ അങ്ങ് ആഡ് ചെയ്ത് കൂട്ടി വെക്കും. അല്ലേ, നമ്മൾ ആ ഒരു ലോസിൽ തന്നെ മാർക്കറ്റ് അങ്ങ് പോയാലോ വലിയ അളവിലുള്ള ലോസ് അവസാനം നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ വിന്നിങ് പൊസിഷനാണ് നമ്മൾ റൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ പ്രോബബിലിറ്റി ഉണ്ട്. കാരണം നമ്മളുടെ പൊസിഷൻ റൈറ്റ് ആണ്, നമ്മളുടെ ഡിറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. ആഡ് ടു എ വിന്നിങ് ട്രേഡ് ഇൻ സ്മോളർ എമൗണ്ട്സ് ഓൺ ദ വേ അപ്പ്, കീപ്പ് എ ക്ലോസ് ഐ ഓൺ ദ ടോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് കൂടി നമ്മൾ നോക്കണം. നമ്മുടെ വിന്നിങ് പൊസിഷനിലെ മാർക്കറ്റിൽ നമുക്ക്
എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പൊസിഷനിലാണ് നമ്മളെല്ലാം എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മുന്നേ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ടാർഗറ്റ് എത്തുന്നവരെ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. കാരണം അതൊരു നല്ലൊരു സമീപനമായിരിക്കും. ഓക്കെ, അല്ലാതെ ആവറേജ് ചെയ്യുന്നത് അല്ലെ നമ്മുടെ ലോസിങ് പൊസിഷനെ ആവറേജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇൻ ട്രേഡിങ്ങിൽ. ഓക്കെ, നമുക്ക് SIPയിൽ ചെയ്യാം, പക്ഷേ നമുക്ക് ട്രേഡിങ്ങിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. Never ever average down on a losing trade. You only add to a position that has already proven right. Okay. ഇനി 9ാമത്തത് നമ്മൾ എംബ്രേസ് ദ ഡ്രോ ഡൗൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് എത്ര തന്നെ മികച്ച സ്ട്രാറ്റജി ഉണ്ടെങ്കിലും അല്ലേ, ഈ ഒരു 50 വർഷ കാലയളവിൽ 55 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സിസ്റ്റമാറ്റിക് അല്ലെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ബേസ്ഡ് കമ്മോഡിറ്റി ഫ്യൂച്ചർ ട്രേഡറാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ അത്രത്തോളം വർഷം ട്രേഡിംഗ് ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കരുതിയിട്ട് എന്താണ് അവർക്ക് ഡ്രോ ഡൗൺ അല്ലെങ്കിൽ ഒരു ലോസിങ് സ്ട്രീക്ക് ഒന്നും വരില്ല എന്ന് അർത്ഥമില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 60, 70, 80 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇയർലി ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ ട്രേഡേഴ്സിനും ഡ്രോ ഡൗൺ എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തിരുത്തുക എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എ മെക്കാനിക്കൽ സിസ്റ്റം വിൽ എക്സ്പീരിയൻസ് ഡ്രോ ഡൗൺസ് ഡ്യൂറിങ് ചോപ്പി സൈഡ് വേസ് മാർക്കറ്റ് ഫാൾസ് ബ്രേക്ക് ഔട്ട് വിൽ ഹാപ്പൻ. അല്ലെ, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ട്രേഡിങ്ങിൽ നേരിടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഫോളോയിങ് ട്രേഡറിന് ചിലപ്പം ചോപ്പി മാർക്കറ്റ്സൊക്കെ കുടുങ്ങിപ്പോകും. അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റ് അല്ലേ, പിന്നെ എന്താണ് ഫാൾസ് ബ്രേക്ക് ഔട്ടിലൊക്കെ അവർ പെട്ടുപോകും. സോ അങ്ങനത്തെ അത്തരത്തിലുള്ള ഈ ഡ്രോ ഡൗൺസ് എല്ലാ ട്രേഡേഴ്സിനും സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റവും മോശം ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രേഡർ ആയിക്കോട്ടെ, ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും ട്രേഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുക. അല്ലാതെ മാർക്കറ്റിനോട് നിങ്ങൾ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ നിങ്ങൾ 60 വർഷം 70 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു ട്രേഡറാണ്. അതുകൊണ്ട് മാർക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് തരൂ എന്നുള്ള രീതിയിലൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്കറ്റിനെ ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അടുത്ത സ്ലൈഡ് അതാണ് കൃത്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യു ഹാവ് ടു എംപ്രേസ് ദ ചോപ്പ് periods of frustration, shake out the weak hands right before a massive trend begins. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ാമത്തെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി നമ്മൾ എത്തിയിട്ടുണ്ട്. ദ മാർക്കറ്റ് ഈസ് ദ ഓഷ്യൻ അല്ലേ. അദ്ദേഹം മാർക്കറ്റിനെ ഒരു സമുദ്രത്തിനോട് ഉപമിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു നോ എവറിത്തിങ് അബൌട്ട് ദ മാർക്കറ്റ് ഗോ ടു ദ ബീച്ച് പുഷ് ആൻഡ് പുൾ യുവർ ഹാൻഡ്സ് വിത്ത് വേവ്സ്. അല്ലെ, നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു സമുദ്രത്തിൻ്റെ അടുക്ക പോവുക. ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ അടുക്ക പോയിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സമുദ്രത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ആ സമുദ്രത്തിൻ്റെ വെള്ളത്തിനെ നിങ്ങൾ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ പുഷ് കൊണ്ടാണോ ആ ഒരു സമുദ്രം നീങ്ങുന്നത്? അല്ല, അതൊരു കാരണവശാലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ മാർക്കറ്റും ആ രീതിയിലാണ് പോവുക. മാർക്കറ്റ് ഏത് രീതിയിലാണ് പോകുന്നത് അതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് മനസ്സിലാക്കി, നമ്മളുടെ ഈഗോനൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മാർക്കറ്റ് നമ്മൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മാക്സിമം പൊസിഷൻ റൈഡ് ചെയ്യുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു അവസാന ഫിലോസഫിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഈ ഒരു അവസാനത്തെ സ്ലൈഡിൻ്റെ ഒരു മീനിങ് കൂടി നമുക്കിവിടെ പറയാം. യു കനോട്ട് ഇമ്പോസ് യുവർ വിൽ. നമ്മളുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അഹംഭാവങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ഡയറക്ഷനിൽ മാത്രം നമുക്ക് പോയിട്ട് ആ ഒരു ഡയറക്ഷൻ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷൻ ആണ് എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. മാർക്കറ്റ് പോകുന്നത് നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ലോസ് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞത്. യു ആർ സിംപ്ലി എ സർഫർ വെയിറ്റിംഗ് ഫോർ എ വേവ്. വെൻ ഇറ്റ് കംസ് യു റൈഡ്, വെൻ ഇറ്റ് എൻഡ്സ് യു ഗെറ്റ് ഓഫ്. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, വൈ ഈസ് എഡ് സൈക്കോട്ട സ്റ്റിൽ റെസ്പെക്റ്റഡ് ടുഡേ? ഇനി നമ്മൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നും മാർക്കറ്റിൽ അല്ലേ, കാലം ഇത്ര കഴിഞ്ഞു പോയിട്ടും അല്ലെങ്കിൽ ഇനി 55 വർഷം കഴിഞ്ഞ് ഇനി 60, 70, 80 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ 100, 200 വർഷം കഴിഞ്ഞാലും ഇദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നും അല്ലേ കാലാതീതമായി നിലനിൽക്കുന്ന ഒരു എവർഗ്രീൻ ആയിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, അൺലൈക്ക് മെനി ട്രേഡേഴ്സ് എറ്റ് സൈക്കോട്ട ഡിഡ് നോട്ട് ബിക്കം ഫേമസ് ഫോർ പ്രെഡിക്റ്റിംഗ് മാർക്കറ്റ്സ്, ഹി ബിക്കെയിം
respected because he built a repeatable process that survived different market cycles for decades. അല്ലേ, സ്ഥിരമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് അദ്ദേഹം ഫോളോ ചെയ്തു അല്ലേ. 10 വർഷം 50 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള മാർക്കറ്റ് സൈക്കിൾസ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ബുള്ളിഷ് മാർക്കറ്റ് കണ്ടു, ബിയറിഷ് മാർക്കറ്റ് കണ്ടു, റിപ്പീറ്റബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ഒരുപാട് കാലയളവിലുള്ള സൈഡ് വേസ് മാർക്കറ്റ് കണ്ടു. അപ്പോൾ ഈ ഒരു ഇത്രയും വൈവിധ്യമാർന്നിട്ടുള്ള മാർക്കറ്റിൽ അത്രത്തോളം എക്സ്പീരിയൻസോടുകൂടി അദ്ദേഹം പിടിച്ചു നിന്ന് ഈ ഒരു രീതിയിലുള്ളൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഡെക്കേഡ്സ് ആയിട്ട് നല്ല രീതിക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ റിപ്പീറ്റബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, നമ്മളുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പുതിയതായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിലോ, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ദീർഘകാലത്തിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ 6 വർഷം 7 വർഷം 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. മാർക്കറ്റ് നിങ്ങൾ അതുവരെ ഉണ്ടാക്കിയത് ലാഭമാണെങ്കിൽ അത് തിരിച്ച് കൊണ്ടുപോകും. നിങ്ങൾ അതുവരെ ഉണ്ടാക്കിയ നഷ്ടമാണെങ്കിൽ വീണ്ടും വലിയ നഷ്ടത്തിലേക്ക് മാർക്കറ്റ് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കോട്ടാണ്. ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഭാവിയിൽ മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ദ ട്രേഡിംഗ് റൂൾസ് ഐ ലീവ് ബൈ ആർ, അല്ലെ, അദ്ദേഹം ജീവിച്ച ട്രേഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? 55 വർഷ കാലയളവിൽ അദ്ദേഹം ജീവിച്ച ട്രേഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് കട്ട് ലോസസ്, അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലോസ് കട്ട് ചെയ്യുക. രണ്ടാമത്തത് റൈഡ് വിന്നേഴ്സ്, നിങ്ങളുടെ വിന്നിനെ, അതായത് നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കീപ് ബെറ്റ് സ്മോൾ, അല്ലേ, നിങ്ങളുടെ ലിക്വിഡ് നെറ്റ്വർത്തിൻ്റെ 10% താഴെ മാത്രം നിങ്ങൾ ബെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോളോ ദ റൂൾസ് വിതൗട്ട് ക്വസ്റ്റ്യൻ, നിങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, അല്ലെ, നിങ്ങളുടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക, ഒരു ക്വസ്റ്റ്യനും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എന്താണ്? നോ വെൻ ടു ബ്രേക്ക് ദ റൂൾസ്, അല്ലേ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് എപ്പോഴാണ് നിങ്ങളുടെ റൂൾസിനെ ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരെന്താ ചെയ്യുക? അവരുടെ ലോസ് ചെയ്യുന്ന പൊസിഷൻ അങ്ങ് ഹോൾഡ് ചെയ്ത് വെക്കും. ചിലവർ ആവറേജും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വിന്നിങ് പൊസിഷനെ അദ്ദേഹം റൈഡും ചെയ്യും, അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം പിരമിഡും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഓക്കെ, പിന്നെ സെൽ വിന്നിങ് ട്രേഡ്സ് ടു ഏർലി, ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്. അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ്സിനെ പെട്ടെന്ന് തന്നെ അങ്ങ് എക്സിറ്റ് ചെയ്ത് മാറുന്നത്. പിന്നെ റിസ്ക് ടു മച്ച് ഓൺ വൺ പൊസിഷൻ, അല്ലേ, അതായത് അദ്ദേഹം പറഞ്ഞ പോലെ ലിക്വിഡ് നെറ്റ്വർത്തിൻ്റെ 10% താഴെ മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിന് സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആണ് നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്ന ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അവർ ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് അങ്ങ് മാർക്കറ്റിൽ റിസ്ക് ചെയ്യും, അല്ലേ, അവരുടെ ലിക്വിഡ് നെറ്റ്വർത്തിൻ്റെ ഒരു ഭൂരിഭാഗം, ഒരു 50-60% ഒക്കെ കൊണ്ട് അങ്ങ് ട്രേഡ് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് നല്ല രീതിക്ക് കോടീശ്വരനാവാം എന്നുള്ള ചിന്തയിലൊക്കെയാണ് പലരും ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ചേഞ്ച് സിസ്റ്റംസ് ആഫ്റ്റർ എ ഫ്യൂ ലോസസ്, അല്ല, ചെറിയൊരു ലോസ് കൺസിക്യൂട്ടീവായിട്ട് കുറച്ച് ലോസ് വന്നാൽ അവർ 5 വർഷം 6 വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീനെ അവർ സംശയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ആ ലോസിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ട്രേഡ് ബേസ്ഡ് ഓൺ ഇമോഷൻസ് ആൻഡ് ന്യൂസ്, അല്ലേ, ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇമോഷൻസ് ആണ്, അല്ലെ, നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ ലോസ് വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമോഷൻസ് തന്നെയാണ്. അപ്പോൾ ഇമോഷൻസിനെ നിങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള വികാരങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ വരും, അല്ലേ, ഇതൊക്കെ ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടിപ്സ് ഫോർ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്താണ്? എഡ് സൈക്കോട്ടാസ് ഫിലോസഫി അഡ്രസ്സസ് ഏജ് ഓഫ് ദീസ് മിസ്റ്റേക്സ് ത്രൂ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻറ്റ് എക്സിക്യൂഷൻ, അല്ലേ, അദ്ദേഹത്തിൻ്റെ
ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചത്? ഡിസിപ്ലിനും അച്ചടക്കവും അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവണതയും കാണിച്ചു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ട്രേഡിംഗ് ഫീൽഡിൽ 80 വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലെസൺസ് നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നത്. എ സിമ്പിൾ ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ട്രേഡ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ സ്വയം ചോദിക്കണം. ഓക്കെ, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, ഡസ് ദിസ് ട്രേഡ് ഫോളോ മൈ റിട്ടേൺ പ്ലാൻ? അല്ലെ, നമ്മൾ എഴുതി വെച്ച നമുക്ക് എന്തായാലും ഒരു റിട്ടേൺ പ്ലാൻ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ലെ, നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പം നമ്മൾ എന്തിനാണ് ട്രേഡ് എടുക്കുന്നത്, അല്ലേ, നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, അല്ലെ, ആ ഒരു തരത്തിലുള്ള ഒരു റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ പ്ലാൻ എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ പ്ലാൻ അനുസരിച്ചിട്ടാണോ ഈ ഒരു ട്രേഡ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതങ്ങനെയാണെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കുക. പിന്നെ എന്താണ്, ഡു ഐ നോ എക്സാക്ട്ലി വേർ ഐ വിൽ എക്സിറ്റ് ഇഫ് ഐ ആം റോങ്? പിന്നെ ഞാൻ ആ ട്രേഡ് എടുത്താൽ തന്നെ ഏതൊരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, ആ ട്രേഡിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അത് സാറ്റിസ്ഫൈഡ് ആണോ എങ്കിൽ അവിടെ ടിക്ക് കൊടുക്കുക. പിന്നെ ഈസ് മൈ പൊസിഷൻ സൈസ് അപ്രോപ്രിയേറ്റ് ഫോർ മൈ റിസ്ക് ലിമിറ്റ്? എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റ് ആണോ? അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡിംഗ് ക്യാപിറ്റലിൽ ഒരു സിഗ്നിഫിക്കൻ്റ് പോർഷൻ വെച്ചിട്ടാണോ ഞാൻ ട്രേഡ് ചെയ്യുന്നത്? എൻ്റെ പൊസിഷൻ സൈസിങ് ഇവിടെ പ്രോപ്പറായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എൻ്റെ 1% റിസ്കിൽ എൻ്റെ 1%ന് മുകളിൽ റിസ്ക് ആവുമോ ഈ ഒരു ട്രേഡ് എടുത്താൽ? അല്ലേ, റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. ഇനി അത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ടിക്ക് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്താണ്, ആം ഐ ഫോളോയിങ് മൈ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് മൈ ഇമോഷൻ? ഓക്കെ, ഞാൻ എൻ്റെ ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റം തന്നെയാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റിൽ നല്ലൊരു ഹൈ ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഒരു പ്രഭാവത്തിലാണോ എനിക്ക് ഈ ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അതുകൂടി നോക്കിയിട്ട് അതുകൂടി കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളൊരു ട്രേഡ് പഞ്ച് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആണ് എങ്കിൽ, അല്ലെ, ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളോട് പറയുന്ന ട്രേഡ് എടുക്കണ്ട എന്നുള്ളതാണ് എങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ പിന്നീട് ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പാടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അങ്ങനെ ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾ ലോസ് വരുത്താനാണ്, ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ലോസ് വരുത്താനായിരിക്കും സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ടുള്ള ഒരു സമ്മറി കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ 10 പ്രിൻസിപ്പിൾസ്, അല്ലേ, എവ്രി ട്രേഡർ ഷുഡ് റിമെമ്പർ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കട്ട് ലോസസ് വിതൗട്ട് ഹെസിറ്റേഷൻ. ഒരു മടിയും ഇല്ലാതെ നമ്മളുടെ ലോസിനെ കട്ട് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവം കാണിക്കുക. രണ്ടാമത്തത്, പ്രൊട്ടക്റ്റ് യുവർ ക്യാപിറ്റൽ ഫസ്റ്റ്, അല്ലേ, നമ്മുടെ ലിക്വിഡ് നെറ്റ്വർത്തിൻ്റെ 10% താഴെ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ. ലെറ്റ് വിന്നിങ് ട്രേഡ്സ് ഗ്രോ, അല്ലെ, നിങ്ങളുടെ ഡിറക്ഷനിലേക്ക് പോകുന്ന ട്രേഡ്സിനെ നിങ്ങൾ മാക്സിമം സ്ക്വീസ് ഔട്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ നെക്സ്റ്റ്, മാസ്റ്റർ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെ, ഫിയർ, ഗ്രീഡ്, ഈഗോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ട്രസ്റ്റ് യുവർ ടെസ്റ്റഡ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പഠിക്കുക. ആ ട്രെൻഡിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുക. അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ആ ഒരു ഡിറക്ഷനിൽ തന്നെ നിങ്ങൾ പൊസിഷനിൽ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രേഡിൽ നിങ്ങൾ ബിയറിഷ് സൈഡിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ ബിയറിഷ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിൽ ബിയറിഷ് ആണ് എങ്കിൽ അവിടെ നിങ്ങൾ ബുള്ളിഷ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലേ. ആ ബിയറിഷ് ആണെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ തന്നെ ബിയറിഷ് മൂവ്മെൻറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഗ്നോർ ഷോർട്ട് ടേം മാർക്കറ്റ് നോയ്സ്, അല്ലേ. ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ആഡ് ഒൺലി ടു വിന്നിങ് പൊസിഷൻസ്. നമ്മൾ വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ പിരമിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലേ. അതായത് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ആവറേജ് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലേ. പിന്നെ അടുത്ത എന്താണ്, ആക്സെപ്റ്റ് ഡ്രോ ഡൗൺസ് ആസ് പാർട്ട് ഓഫ് ട്രേഡിങ്, അല്ലെ. നമ്മൾ എത്ര തന്നെ മികച്ച ട്രേഡർ ആണെങ്കിലും, എത്ര തന്നെ നമുക്ക് 70 വർഷം 60 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണെങ്കിൽ കൂടി നമ്മുടെ ഡ്രോ ഡൗൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെ. നമ്മൾ ലോസ് ആണെങ്കിൽ നമ്മൾ ആ ലോസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെ. റെസ്പെക്ട് ദ മാർക്കറ്റ്, നെവർ യുവർ ഈഗോ. നമ്മൾ മാർക്കറ്റിനെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കുക. മാർക്കറ്റ് എന്താണോ ചെയ്യുന്നത് അതാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ
ഈ ഒരു വീഡിയോയിൽ ഒരു 10 സംഭവം നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളും ഒക്കെ നമ്മളെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഗ്രേറ്റ് ട്രേഡേഴ്സ് ആർ നോട്ട് റിമെമ്പേർഡ് ബിക്കോസ് ദേ പ്രഡിക്റ്റഡ് എവറി മൂവ് അല്ലെ. എല്ലാ ട്രേഡേഴ്സും അല്ലെ എല്ലാ വലിയവരായിട്ടുള്ള ട്രേഡേഴ്സും എല്ലാ മൂവ്മെൻറ്റും ക്യാപ്ചർ ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ 100% ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അത് ശരിയായത് കൊണ്ടല്ല അവരൊന്നും മികച്ച ട്രേഡറായിട്ട് മാറിയിട്ടുള്ളത്. അവരൊക്കെ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെട്ടത്? ദേ ആർ റിമെമ്പേർഡ് ബിക്കോസ് ദേ മാനേജ്ഡ് റിസ്ക്. അവരുടെ റിസ്ക് അവർ മാനേജ് ചെയ്തു അല്ലേ. അവർക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് മാത്രമേ അവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ഡിസിപ്ലിനായിട്ട് നിലനിന്നു. പിന്നെ എന്താണ് കൺസിസ്റ്റൻസ് ഫോർ ഡെക്കേഡ്സ്. ഈ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കൺസിസ്റ്റൻസി അവർ തുടർന്നത് 2, 3, 4, 5, 6 അല്ലെങ്കിൽ 1, 2 വർഷമൊന്നുമല്ല, ഒരുപാട് വർഷം അല്ലേ, 10, 20, 30 അങ്ങനെ തുടരെ ഒരുപാട് വർഷങ്ങൾ അവർ ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് അവരെ സക്സസ്ഫുൾ ആക്കിയതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ടോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരോട് ഈ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ബട്ടൺ നമ്മൾ ഇനേബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.